ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുട്ടികളൊക്കെ ഉള്ള ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അധികം ഉണ്ടാക്കാറ്. അവർക്കിങ്ങനെ സാൻഡ്വിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഇഷ്ടമുള്ളപ്പോൾ എന്താക്കും, ഒരു ലീവുള്ള സമയത്തൊക്കെ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടി ഞാൻ 3 കളറുള്ള ക്യാപ്സിക്കമും അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. റെഡും ഗ്രീനും യെല്ലോ എടുത്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി കുക്കുംബറും കുറച്ച് ക്യാരറ്റും ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓണിയനും ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കെച്ചപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പെരി കെച്ചപ്പില്ല, അതാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എരിവ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ മയോണീസും കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ടോസ്റ്റ് അല്ല, നമ്മളങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കില്ലേ, അതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കുറച്ച് ബന്നിലും ചെയ്തെടുക്കുന്നുണ്ട്, കുറച്ച് ബ്രെഡിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഉള്ളിൽ മുട്ട വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം. പിന്നെ കുറച്ച് മുട്ട വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ്റെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് നഗറ്റ്സ് ആണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ നഗറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കനായിട്ട് സെപ്പറേറ്റ് വേവിച്ചെടുക്കാനൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ നഗറ്റ്സ് എടുത്തതാണ്. പിന്നെ കുറച്ചിങ്ങനെ തവാമ വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാൻഡ്വിച്ച് മിഷനിൽ എനിക്ക് എടുക്കാൻ കുറച്ച് മടിയാണ് മിക്ക ദിവസവും, കാരണം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആവുമെന്ന് അറിയില്ല. പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അധികം ഞാൻ എടുക്കാറില്ല, വല്ലപ്പോഴും ഇങ്ങനെ ചെയ്യാറ്, വല്ലപ്പോഴൊക്കെ എടുക്കാറേ ഉള്ളൂ. പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഉച്ചക്കത്തെ കുക്ക് ചെയ്യാറുള്ളത്. അതായത് അടിക്കലും തുടക്കൽ, പിന്നെ ബെഡ് കവറൊക്കെ മാറ്റൽ. അപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ ആയാൽ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ കുക്ക് ചെയ്യാറ്. അതിന് മുമ്പ് തന്നെ കുളിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഓതാൻ ഞാൻ അധികം വെള്ളിയാഴ്ച അങ്ങനെയാണ് ഓതാറ് കേട്ടോ. കൗഫാണ് ഓതാറ്. ചില ദിവസം ജുമാൻ്റെ നേരത്തെ മാത്രം ഓതും, അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ ബീഫ് കറിയും പിന്നെ ഗീ റൈസുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത് കേട്ടോ. ഡീറ്റെയിൽ വീഡിയോസ് എടുക്കാൻ എന്താ പറയുക, ഒന്നാമത് സുഖമായിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. പല്ലുവേദന മാറിയിട്ടുണ്ടായിട്ടില്ല, ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മാറിയിട്ടില്ല കേട്ടോ. ഇപ്പം 2 ദിവസം കഴിഞ്ഞ് പല്ല് ഞാൻ എടുക്കാൻ പോകണം മെയിനായിട്ട്. അപ്പോൾ കസ്റ്റർഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് പഴം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ബദാമും ഫ്രൂട്ടി ടൂട്ടിയും മാത്രം ഇട്ടിട്ട് കസ്റ്റർഡും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ തണുപ്പിച്ചതിന് ശേഷം അങ്ങനെ കസ്റ്റർഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കിയത് കുറച്ച് തൈര് ഒഴിച്ചിട്ട് കുറച്ച് അതായത് കച്ചമ്പർ എന്ന് പറയും കേട്ടോ ഞങ്ങളവിടെ. സാലഡ് എന്താ പറയുക, അതന്നെ. അത് ഉള്ളിയും തക്കാളി ഇടില്ല, ഉള്ളിയും ജസ്റ്റ് പച്ചമുളകും മല്ലിച്ചപ്പും ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ഇമോജി ആയിട്ടെങ്കിലും കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന വിശ്വാസത്തോടെ ബൈ ബൈ.